ഇന്നിനിപ്പോൾ രാത്രിയിലേക്ക് കഴിക്കാൻ എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം പിച്ചിക്കൊണ്ടുവന്ന് വയണയില്ല എന്നെ നോക്കി അങ്ങ് ചിരിക്കണം. ഞാൻ വിചാരിച്ചു വന്ന കൈയോടങ്ങ് തെരളിയപ്പ് ഉണ്ടാക്കാമെന്ന്. ഇപ്പം ഉണ്ടാക്കി രണ്ടുണ്ട് കേട്ടോ ഉപകാരം. രണ്ടെണ്ണം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്കതങ്ങ് ഡിന്നറും ആക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. നമ്മളൊരു 28 ദിവസത്തെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ തെരളിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആമിക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഈ വക സാധനങ്ങളൊന്നും അവൾക്ക് അത്ര ഇഷ്ടമുള്ളതല്ല. ഇന്നിപ്പം എന്തോ വിശപ്പുകൊണ്ടായിരിക്കും രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നേ. അമ്മ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ലഞ്ചിന് എടുത്തപ്പോഴാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളേ. കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചമ്മന്തിപ്പൊടി, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, മീനച്ചാറ്, പിന്നെ പുളിയും മുളക് കൊടുത്തിട്ട് ഒരു സിസ് ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. ഇവിടെ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അപ്പം അതൊക്കെ കൊണ്ടിട്ടാണ് അമ്മ വന്നത്. എല്ലാം അച്ഛൻ മേടിച്ചു കൊടുത്തു, എല്ലാം അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കേട്ടോ. ഞാനിങ്ങനെ അതാണ് ഇതാണെന്ന് പറയുമ്പം നമ്മുടെ അമ്മമാരല്ലേ ഒരു പരാതിയും കൂടാണ്ട് അവരുടെ ക്ഷീണവും ബുദ്ധിമുട്ടോ വേദനകളോ ഒന്നും നോക്കാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഇതെല്ലാം അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടോ. കുറേ ഉണ്ടായിരുന്നു, ഞാൻ ബാക്കി ഒന്നിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാനൊന്ന് ലഞ്ച് കഴിക്കട്ടെ. ശരിക്കും ഇത് കഴിച്ചപ്പോഴേ ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് സ്കൂളിലെ ലഞ്ച് ബോക്സിലോട്ട് പോയടോ. അപ്പോൾ ഓർമ്മകളൊക്കെ പുതുക്കി ഒന്ന് ഫുഡ് കഴിക്കട്ടെ.